ഏതൊരു സാധാരണക്കാരനും സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് പണം നിക്ഷേപിച്ചുകൊണ്ട് അവരുടെ പണം വളർത്തി ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു മാജിക് ഫോർമുല, 4 മാജിക് വേർഡ്സ്, അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒരു അറിവും ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ വിജയിക്കാം, വളരെ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, പണം ഉണ്ടാക്കേണ്ടതുണ്ട്, പണം ഉപയോഗിച്ചുകൊണ്ട് പണത്തെ വളർത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ള പൈസ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് വെച്ചിട്ട് കാര്യമില്ല, FD ഇട്ടിട്ട് പോലും കാര്യമില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിക്കണം എന്നുള്ളത്, പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ പല സാധാരണക്കാരനും ഇന്നും പേടിയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഇടുകയാണെങ്കിൽ പണം നഷ്ടപ്പെട്ടു പോകും, നമ്മൾ വാങ്ങിച്ച ഓഹരി അല്ലെങ്കിൽ ഷെയർ അത് ഇടിഞ്ഞു താഴെ പോയാൽ നമ്മുടെ പൈസ എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇത് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നും അതിന്റെ ഫണ്ടമെന്റൽ നോളജും ആ നോളജ് പലർക്കും ഇല്ല. അതുകൊണ്ടാണ് ഈ പേടി ഉണ്ടാകുന്നത്. അപ്പൊ നോളജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു വലിയ സമൂഹത്തിലുള്ള വലിയ കൂട്ടം ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടോ? ഒരു ആവശ്യവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന മനോഹരമായ ടൂള് എല്ലാവരും, നോളജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും അത് ഉപയോഗിച്ചുകൊണ്ട് വെൽത്ത് ഗ്രോ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോ കേൾക്കാൻ റെഡി ആയിക്കൊള്ളുക. ഏതൊരാൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കണമെങ്കിൽ, പണം ലോങ് ടേമിൽ ഗ്രോ ചെയ്തെടുക്കണമെങ്കിൽ ഈ 4 മെത്തേഡ്സ് ഫോളോ ചെയ്താൽ മാത്രം മതി. വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം. ഒന്നാമത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യം, ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഇന്ന് പണം എടുക്കുകയാണ്, നാളെ തന്നെ വലിയ റിട്ടേൺ വേണം, അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ വലിയ റിട്ടേൺ വേണം, 1 വർഷം കഴിയുമ്പോൾ വലിയ റിട്ടേൺസ് വേണം. അത് മറക്കുക. ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതിലൂടെ തീർച്ചയായിട്ടും എല്ലാവർക്കും പണം ഉണ്ടാക്കാൻ പറ്റും. 2, ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് പണ്ട് പലർക്കും നാട്ടിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാല്, ആരെങ്കിലും പറയും ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നല്ലതാണെന്ന്, അതിൽ പോയി പണം നിക്ഷേപിക്കും. കുറെ നാളെ കഴിയുമ്പോൾ ആ ഒരു സ്റ്റോക്ക് ഇടിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ ഇട്ട പൈസ എല്ലാം നഷ്ടപ്പെട്ടു. അവിടെയാണ് ബുദ്ധിപരമായിട്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം. കുറെ സ്റ്റോക്കുകളിലേക്ക് ഒരേ സമയം നിക്ഷേപിക്കണം. ഒരൊറ്റ സ്റ്റോക്ക് പൊളിയുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം അവിടെ ഇല്ലാതാകുന്നു. അപ്പൊ നിങ്ങൾ ഒരു 10 സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1, 2, 3 എണ്ണം അതിൽ പൊളിയുകയാണെങ്കിലും ബാക്കി 6ലും 7ലും വളരെ വലിയ റിട്ടേൺസ് കിട്ടുകയാണെങ്കിൽ ഓവറോൾ നിങ്ങളുടെ വെൽത്ത് അത് ശക്തമായി തന്നെ ഗ്രോ ചെയ്യും. മൂന്നാമത്തെ മെത്തേഡ് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ഡൈവേഴ്സിഫൈഡ് ആയിട്ട് മൾട്ടിപ്പിൾ സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. 3, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം? ഒറ്റയടിക്ക് കയ്യിലുള്ള പൈസ എല്ലാം കൊണ്ട് ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യലല്ല, SIP വഴി ഇൻവെസ്റ്റ് ചെയ്യണം. എന്താണ് SIP? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഈസി ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിലുള്ള പണം ഒറ്റയടിക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കാതെ ഓരോ മാസവും അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എക്സാമ്പിൾ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ, എല്ലാ മാസവും നിങ്ങൾക്ക് പറ്റുന്ന ഒരു എമൗണ്ട് ഈ പറയുന്ന ഈ ഒരു പോർട്ട്ഫോളിയോയിലേക്ക് എല്ലാ മാസവും അത് ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആയിട്ട് ഒരു മന്ത്ലി സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗുണം എന്താണ്? ചില സമയത്ത് സ്റ്റോക്കുകളുടെ വില മുകളിലായിരിക്കും നിൽക്കുക, ചില സമയത്ത് താഴെയായിരിക്കും നിൽക്കുക. നിങ്ങൾ പല സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബൈയിങ് എമൗണ്ട് ആവറേജ് ആയി നിൽക്കും. ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് വെൽത്ത് ഗ്രോ ചെയ്യാൻ കഴിയും. ഏറ്റവും അവസാനമായി 4ാമത് ശ്രദ്ധിക്കേണ്ടത്, ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പാസീവ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം. അതായത് നിങ്ങൾ അധികം ഇതിലോട്ട് തലയിടാതെ, അധികം ടെൻഷൻ അടിക്കാതെ, അധികം ചിന്തിക്കാതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, ഏത് എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയാലും നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ള ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ 30,000 രൂപ സാലറി ഉള്ള ആളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാസം ഒരു 2,000-3,000 രൂപ കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ആ എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാൽ നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല. ആ എമൗണ്ട് അങ്ങനെ പാസീവ്ലി നിങ്ങൾ ചിന്തിക്കേണ്ടാത്ത, ടെൻഷൻ അടിക്കേണ്ടാത്ത, പേടിക്കേണ്ടാത്ത ആ ഒരു എമൗണ്ട് നിങ്ങൾ കണ്ണും പൂട്ടി SIP മോഡലിൽ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിലേക്ക് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ എഴുതി തരാം. ഏതൊരാൾക്കും സ്റ്റോക്ക് മാർക്കറ്റ് ഉപയോഗിച്ച് വിജയിക്കാൻ പറ്റും. ലോങ് ടേമിൽ പണം ഗ്രോ മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1, 2, 3 സ്റ്റോക്ക് പൊളിഞ്ഞാലും പ്രശ്നമില്ല, എല്ലാവർക്കും പണം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ചോദ്യം ഇനി ഒന്ന് മാത്രമാണ്, ഇത് എങ്ങനെ ചെയ്യാമെന്നല്ലേ? ഏറ്റവും ബുദ്ധിപരമായി ഒരു നോളജും ഇല്ലാത്തവർക്കും എങ്ങനെ ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ്. ഞാൻ ടൈറ്റിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് പോലെ വെറും 500 രൂപ നിങ്ങൾ ഇവിടെ ഈ ഒരു മോഡലിൽ ലോങ് ടേമിലേക്ക് SIP ആയിട്ട് ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, വെറും 500 രൂപ മാസം 30 വർഷത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ടോട്ടൽ ഇടുന്ന എമൗണ്ട് അത് നിയർലി 1,50,000 രൂപ മാത്രമാണ്. എന്നാൽ വെറുതെ അത് കൂട്ടാതെ അതിനെ 15% റിട്ടേൺസ് തരുന്ന ഒരു പോർട്ട്ഫോളിയോയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലോ അതാകുന്നത് 35 ലക്ഷം രൂപയാണ്.
അതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ പവർ. അതാണ് ഇന്ന് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്മോൾ കേസ് എന്ന അതിമനോഹരമായ ഒരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. ആ പ്ലാറ്റ്ഫോമിലൂടെ പോയിട്ട് ഒരു നോളജും ഇല്ലാത്ത ആൾക്ക് പോലും ഇത് കൈവരിക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് മാത്രമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് തന്നെ കാണുക, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട്. ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫൺഫോളിയോ. അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലായിട്ടുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കേണ്ടത്, പണം നിക്ഷേപിക്കേണ്ടത് ലോങ് ടേമിലേക്ക് ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയില് SIP ആയിട്ട് പാസീവ് എമൗണ്ട് ടെൻഷൻ അടിക്കാതെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ശരിക്കും മാർക്കറ്റിൽ 3 ടൈപ്പ് ഓഫ് ആൾക്കാരാണുള്ളത്. ആദ്യത്തെ ടൈപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ കുറെ നോളജ് ഉണ്ട്, കുറെ സമയവുമുണ്ട്. അപ്പൊ ഇവരെന്താ ചെയ്യുക? ഇവര് നേരെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോയിട്ട് അവിടെ ഇത്ര അധികം സ്റ്റോക്കുകൾ ഉണ്ട്, അപ്പൊ എല്ലാ സ്റ്റോക്കുകളെയും പറ്റി വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തി മുഴുവൻ വലിയ റിസർച്ചും ഡെവലപ്മെന്റും ഒക്കെ നടത്തിയിട്ട് വലിയ അനാലിസിസ് നടത്തിയിട്ട് സ്റ്റോക്കുകളെ കണ്ടെത്തും, തിരഞ്ഞെടുക്കും, എന്നിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്നാൽ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഈ ചെയ്യുന്നവരാണ് പ്രോബബ്ലി റിസർച്ച് അനലിസ്റ്റുകൾ എന്നും വലിയ ബുദ്ധി രാക്ഷസന്മാരെന്ന് വിളിക്കുന്നത് ഇതുപോലുള്ള ആൾക്കാരാണ്. അവർക്ക് വേറെ പണിയൊന്നുമില്ല. അവരിങ്ങനെ കുറെ പേപ്പറുകൾ വായിച്ച് മനസ്സിലാക്കി സ്റ്റോക്കിനെ പറ്റി വലിയ പഠനങ്ങൾ നടത്തി ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് നേരിട്ട് ബ്രോക്കറുടെ അടുത്ത് പോയിട്ട് ഡയറക്റ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് നടത്തും. സാധാരണക്കാർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലോ, ഒരു ആവശ്യവുമില്ല. അപ്പൊ ഈ ഒരു ആദ്യത്തെ കൂട്ടം ആൾക്കാരെ നമുക്ക് മാറ്റിവെക്കാം. രണ്ടാമത്തെ കൂട്ടം ആൾക്കാർ ആരാണ്? പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി വലിയ നോളജ് ഒന്നും തന്നെ ഇല്ല, ഒട്ടും നോളജ് ഇല്ല എന്ന് പറയാം. ജീവിതത്തിൽ സമയവുമില്ല. അവരവരുടെ ജോലിയിലാകാം, പഠനത്തിലാകാം, ബിസിനസ്സിലാകാം, മുഴുവൻ തിരക്കുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ച് വെൽത്ത് ഗ്രോ ചെയ്യിക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടരാണ്. ഇവരെവിടെ നിക്ഷേപിക്കും? ഇവർക്കും വേണ്ടേ ഈ ലോങ് ടേമിലേക്ക് ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിലെ SIP-യിലൂടെ പാസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലൂടെ ഗ്രോത്ത് ഇവർക്കും ആവശ്യമില്ലേ? ഇവരെന്ത് ചെയ്യും? ഇവർ ചെയ്യാൻ പറ്റുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട് എന്താണ്? ഇതുപോലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിനെ മ്യൂച്വൽ ഫണ്ടിൽ ഇരിക്കുന്ന ഫണ്ട് മാനേജർ ആ പൈസ എടുത്തിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെ, അങ്ങനെ അതിന്റെ റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടുന്നു. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. എന്നാൽ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒരു നോളജും ഇല്ലാത്തവർക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെ കാണാം, അഡ്വൈസറിനെ കാണാം. എന്റെ കയ്യിൽ ഇത്ര പൈസ ഉണ്ട്, നിങ്ങൾ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്ന് പറയാം. പരിപാടി കഴിഞ്ഞു. എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിട്ടേൺസ് കുറവായിരിക്കും കിട്ടുക. നിങ്ങൾക്ക് ഇവിടെ മ്യൂച്വൽ ഫണ്ട് ഹൗസിന് അവരുടെ മെയിന്റനൻസ് ചാർജ് കൊടുക്കണം, കമ്മീഷൻ കൊടുക്കണം, എക്സിറ്റ് ലോഡ് കൊടുക്കണം, എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ലോഡ് കൊടുക്കണം. അങ്ങനെ കുറെ അധികം ചിലവുകൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മൾ നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ കൂട്ടരിലേക്ക് എത്തുന്നത്. അതായത് പൊതുവെ നമ്മുടെ ലോകത്തെ പറ്റിയും നമ്മുടെ നാടിനെ പറ്റിയും നമ്മുടെ ഇന്ത്യയെ പറ്റിയും എക്കണോമിനെ പറ്റിയും കുറച്ച് ന്യൂസ് ഒക്കെ വായിക്കുന്നതുകൊണ്ട് എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് കുറച്ച് ബേസിക് നോളജ് ഉണ്ട്. അതായത് സ്റ്റോക്കിനെ പറ്റി നോളജ് ഉണ്ടെന്നല്ല, നമ്മുടെ നാടിനെ പറ്റിയും ലോക വിവരമുണ്ട്, കുറച്ചൊക്കെ സമയവുമുണ്ട്, മാക്സിമം റിട്ടേൺസ് കിട്ടാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ളവരല്ലേ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഞാനടക്കം നിങ്ങളടക്കമുള്ളവർ അങ്ങനെയാണ് അല്ലെ. ഏറ്റവും കൂടുതൽ റിട്ടേൺസ് വേണം, നമുക്ക് കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട്, അത് വെച്ച് മാക്സിമം റിട്ടേൺസ് വേണം. സ്റ്റോക്ക് മാർക്കറ്റിന്റെ നൂലാമാലകളിലേക്ക് കടക്കാൻ ആഗ്രഹമില്ല. ഈ വരുന്ന ഏറ്റവും വലിയ കൂട്ടം ആൾക്കാർക്ക് ഏറ്റവും മനോഹരമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്മോൾ കേസ് എന്ന പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ സ്മോൾ കേസ് എന്താണെന്ന് വളരെ ഈസിലി മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും ആക്ച്വലി സ്മോൾ കേസ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസി ആക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്മോൾ കേസ് എന്ന പ്രൊഡക്റ്റ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, സ്മോൾ കേസിന്റെ വെബ്സൈറ്റിലോ ആപ്പിലോ നിങ്ങൾ പോവുകയാണെങ്കിൽ അതില് ഒരു ഐഡിയ ബേസ് ചെയ്തുകൊണ്ടോ ഒരു സ്ട്രാറ്റജി ബേസ് ചെയ്തുകൊണ്ടോ ഒരു തീം ബേസ് ചെയ്തുകൊണ്ടോ ഒരു ബാസ്കറ്റ് ഓഫ് സ്റ്റോക്സ് നിങ്ങൾക്ക് കിട്ടും. ഒരു സ്റ്റോക്ക് അല്ല, ഒരു ബാസ്കറ്റ് ഓഫ് സ്റ്റോക്ക് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു തീമിലോ സ്ട്രാറ്റജിയിലോ ഐഡിയയിലോ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് പ്രകാരം നിങ്ങൾക്ക് ആ ബാസ്കറ്റ് സെലക്ട് ചെയ്യാം, അതിലേക്ക് പണം നിക്ഷേപിക്കാം, ആ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് വാങ്ങാം. അത്ര അധികം എളുപ്പമാക്കിയിരിക്കുകയാണ്. ഏതൊരു ഇന്ത്യക്കാരനും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വളരെ ഈസിലി വരാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് സ്മോൾ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങളത് ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ സ്പെസിഫിക്കലി ചോദിക്കുകയാണ്, റിലയൻസ് ഇൻഡസ്ട്രീസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു സാധാരണക്കാരൻ അറിയുന്നുണ്ടാകില്ല. അതിന്റെ ആനുവൽ റിപ്പോർട്ട് വായിച്ചു നോക്കണം, അതിന്റെ നൂലാമാലകളിലേക്ക് നോക്കണം, ഫിനാൻഷ്യൽ റെക്കോർഡ്സിലേക്ക് നോക്കണം, നിങ്ങൾക്ക് അറിയുന്നുണ്ടാകില്ല. എന്നാൽ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്, മുന്നിലേക്ക് പോകുമ്പോൾ ഇന്ത്യ എന്ന കൺട്രി വളരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ അതേ എന്ന് പറയുന്നുണ്ടാവും അല്ലെ. നമ്മുടെ ഒരു ബേസിക് നോളജ് വെച്ച് നമുക്ക് പറയും ഇന്ത്യ ഒരു വളരുന്ന എക്കോണമിയാണ്, വളരുന്ന കൺട്രിയാണ്. അപ്പൊ ഞാൻ നിങ്ങൾ ചോദിക്കുന്നു, വളരുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർന്നു വരാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രി ഏതാണെന്ന് ചോദിച്ചാലോ, നിങ്ങൾ അഗൈൻ നിങ്ങളുടെ ബേസിക് ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മിഡിൽ ക്ലാസ് വളർന്നു വരുമ്പോൾ അവരുടെ കയ്യിൽ പണം വരുമ്പോൾ അവർ സ്പെൻഡ് ചെയ്യുന്ന പണം കൂടും, അവർ പല രീതിയിലേക്ക് പണം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും.
അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ മിഡിൽ ക്ലാസ് വളർന്നു വരുമ്പോൾ അവർ പണം സ്പെൻഡ് ചെയ്യുമ്പോൾ വളരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളെല്ലാം സെലക്ട് ചെയ്തിട്ട് ഒരു ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തൂടെ? കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ തരാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് വെഹിക്കിൾ എന്തായാലും ഏതാനും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ബുദ്ധി നമുക്കുണ്ടല്ലോ, ഇലക്ട്രിക് വെഹിക്കിൾസ് വരും. അപ്പൊ അത് പ്രകാരം ഇലക്ട്രിക് വെഹിക്കിൾസ് വരുമ്പോൾ ഉപകാരപ്പെടുന്ന കുറെ കമ്പനികളില്ലേ, അവരുടെ സ്റ്റോക്കിന്റെ വില കൂടാൻ സാധ്യതയില്ലേ? അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് പോയി ആ സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ പാടാണെന്ന് നമുക്കറിയാം. അവിടെയാണ് സ്മോൾ കേസിൽ ചെന്നാല് ഇലക്ട്രിക് മൊബിലിറ്റി വരുമ്പോൾ, ഇലക്ട്രിക് വെഹിക്കിൾസ് വരുമ്പോൾ വളരാൻ സാധ്യതയുള്ള കുറെ സ്റ്റോക്കുകളുടെ ഒരു പോർട്ട്ഫോളിയോ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ ഈസിലി അവിടെ പോകാം. ആ ഒരു തീം പ്രകാരം, ആ ഒരു ഐഡിയ പ്രകാരം നമുക്ക് അതിനെ കണ്ടെത്തി അതിലേക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. എത്ര എളുപ്പമാണ് കാര്യം അല്ലെ? അപ്പൊ സ്മോൾ കേസിൽ പോയാൽ ഇതുപോലെ പല ബാസ്ക്കറ്റ്സ് അവൈലബിൾ ആണ്. പല തീമിനെയും പല സ്ട്രാറ്റജിനെയും ഫോളോ ചെയ്യുന്ന പല ബാസ്ക്കറ്റ്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പലപ്പോഴും മാർക്കറ്റിലെ എക്സ്പേർട്സ് ആണ്, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റുകളാണ്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് അല്ലേ? അപ്പൊ നമ്മുടെ ഒരു ബുദ്ധിയും നമ്മുടെ ഒരു വിവരവും വെച്ച് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി എന്താണോ, തീം എന്താണോ, അതിൽ പോയി നമുക്ക് പണം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം പോരെ. ഞാൻ ഇതിനും വളരെ ഈസി ആയിട്ട് ഇതിനെ വളരെ ഈസി ആയിട്ട് സ്മോൾ കേസിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ, സ്റ്റോക്ക് മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ആണെന്ന് വിചാരിക്കുക. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എന്താ, കുറെ സാധനങ്ങൾ അവിടെ ഉണ്ട് അല്ലെ? സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെയാണ്. നമ്മൾ നേരിട്ട് ഡയറക്റ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിൽ പോയാൽ അയ്യായിരക്കണക്കിന് കമ്പനികളുണ്ട്. ഏത് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് നിങ്ങൾ പോകുന്നത് ബിരിയാണി വെക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പൊ ബിരിയാണി വെക്കണമെങ്കിൽ അതിന്റെ കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് ബിരിയാണി വെക്കാൻ വലിയ നോളജ് ഒന്നുമില്ല, എന്നാൽ ബിരിയാണി കഴിക്കാൻ ആഗ്രഹമുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ ഇൻവെസ്റ്റിംഗ് അറിയില്ല. അതുപോലെ തന്നെയാണ്, ബിരിയാണി കഴിക്കാൻ ആഗ്രഹമുണ്ട്, വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇൻഗ്രീഡിയൻസ് ഒന്നും അറിയില്ല. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എന്താ, കുറെ സാധനങ്ങളുണ്ട്. ബിരിയാണിയിലേക്ക് വാങ്ങാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ കുറെ ഉണ്ട്, പല സൈസിലുണ്ട്, പല ബ്രാൻഡിലുണ്ട്. നിങ്ങൾക്കറിയില്ല ഏതാണ് വാങ്ങേണ്ടതെന്ന്. ഇത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നോളജ് ഇല്ലാത്ത ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തുമ്പോഴുള്ള അവസ്ഥ. അതേസമയം ഈ സൂപ്പർ മാർക്കറ്റില് വേറൊരാൾ സൈഡിൽ നിന്ന് പറയുകയാണ്, ബിരിയാണിയുടെ ഒരു കിറ്റ് ഉണ്ട്, ഇതിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയ ഒരു ബാസ്ക്കറ്റിൽ പൊതിഞ്ഞിട്ടൊരു കിറ്റ് നിങ്ങൾക്ക് തരികയാണ്. ദാ ഈ കിറ്റ് നിങ്ങൾ വാങ്ങിച്ചോ, അത് കൊണ്ടുപോയിട്ട് ഈസി ബിരിയാണി ഉണ്ടാക്കിക്കോ എന്ന്. ഇത് തന്നെയാണ് സ്മോൾ കേസ് ചെയ്യുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്രയും കമ്പനികൾ ഉണ്ട് അല്ലെ? പല ഐഡിയാസും പല സ്ട്രാറ്റജീസും പല തീംസും വെച്ചിട്ട് അവർ ഓരോരോ ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് ആ ബാസ്ക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ തീം ശരിയാണെന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ ഒരു ഐഡിയ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്തോ. എത്ര എളുപ്പത്തില് വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ റെഡിമെയ്ഡ് നിങ്ങൾക്ക് കിട്ടുകയാണ്. അതിലേക്ക് ഈ പറഞ്ഞതുപോലെ ലോങ് ടേമിലേക്ക് പാസീവ് ആയിട്ട് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും സ്മോൾ കേസ് സഹായിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് അല്ലെ? ഇൻവെസ്റ്റിംഗ് മെയ്ഡ് സിമ്പിൾ ആണ് സ്മോൾ കേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു കഥ കേട്ടുകൊണ്ട് സ്മോൾ കേസ് എങ്ങനെ നന്നായി ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നത് ആക്ച്വലി റിയൽ ലൈഫ് എക്സാമ്പിൾ കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിയാലോ സ്മോൾ കേസ് എത്ര ബെനിഫിഷ്യൽ ആണ് എന്നുള്ളത്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, ഇലക്ട്രിക് വെഹിക്കിൾ വന്നാൽ കുറെ സ്റ്റോക്സിന്റെ വില കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോക്സ് ഇപ്പോൾ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നല്ല പണം ഉണ്ടാക്കാം, നല്ല പൈസ ഉണ്ടാക്കാം എന്നൊരു തോട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ കൂട്ടരുണ്ടല്ലോ, നേരിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൂട്ടര്, അവരെന്തായിരിക്കും ചെയ്യുക? അവര് ചെന്നിട്ട് അവരുടെ ബുദ്ധിപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്യും. എന്നിട്ട് ചിലപ്പോൾ ഒരു ടാറ്റ മോട്ടോഴ്സ് വാങ്ങിച്ചു നോക്കും. ടാറ്റ മോട്ടോഴ്സിന് ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട്, അവർ ചിലപ്പോൾ ഒരു ടാറ്റ മോട്ടോഴ്സ് വാങ്ങിക്കും. ചിലപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ വരുമ്പോൾ ബാറ്ററി സ്റ്റോക്സ് കയറുമല്ലോ, 1-2 ബാറ്ററി സ്റ്റോക്സ് വാങ്ങും. അതിനായിട്ട് എല്ലാ ബാറ്ററി സ്റ്റോക്സിനെ പറ്റിയും പഠിക്കും. ഏതാണോ ഇലക്ട്രിക് വെഹിക്കിൾ വരുമ്പോൾ ബെനിഫിഷ്യൽ ആകുന്നത് ആ ബാറ്ററി സ്റ്റോക്കിനെ വാങ്ങിച്ചു വെക്കും. ചിലപ്പോൾ ഒരു ടാറ്റ പവർ വാങ്ങിച്ചു വെക്കും. അങ്ങനെ 2-3 സ്റ്റോക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വാങ്ങിച്ചു വെക്കും. എന്നാൽ ഞാൻ പറയുന്നത്, സ്മോൾ കേസിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു തീമിന് അറൗണ്ട്, ഒരു ഐഡിയന്റെ അറൗണ്ട് മനോഹരമായിട്ട് വെൽ റിസർച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്സ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പണിയൊന്നും എടുക്കാതെ അവിടെ ചെന്നിട്ട് ആ ഒരു ബാസ്ക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ? ഇതേ തീമിലുള്ള ഇതേ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇലക്ട്രിക് വെഹിക്കിൾ വന്നാൽ കുറെ സ്റ്റോക്സ് കയറാൻ സാധ്യതയുണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് പണം ഉണ്ടാക്കാം. അതേ തീം സ്മോൾ കേസിലും അവൈലബിൾ ആണ്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇലക്ട്രിക് മൊബിലിറ്റിയിൽ പോവുകയാണെങ്കിൽ കണ്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കമ്പനീസ് എക്സ്പെക്ടഡ് ടു ബെനിഫിറ്റ് ഫ്രം ഗ്രോത്ത് ഇൻ ദ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇക്കോസിസ്റ്റം. എന്തായാലും ഇന്ത്യയിൽ വളർന്നു വരാൻ പോകുന്ന ഒരു ഇക്കോസിസ്റ്റം ആണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കണ്ടോ, അവിടെ തന്നെ കാണാൻ പറ്റുന്നു 20% ഗ്രോത്തിലാണ്, CAGR ഗ്രോത്തിലാണ് ഈ ഒരു പോർട്ട്ഫോളിയോ വളർന്നുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായ ഒരു റിട്ടേൺസ് ആണ് അല്ലെ? ഇവിടെ തന്നെ സ്റ്റോക്സ് ആൻഡ് വെയ്റ്റ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എത്ര ബുദ്ധിപരമായിട്ടാണ് ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. 2 ബാറ്ററി കമ്പനികളുണ്ട്, 3 ഓട്ടോമൊബൈൽ പാർട്സ് ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട്.
അല്ലെങ്കിൽ പലരും ചിന്തിക്കുക പോലുമില്ല അല്ലെ. 3 ഓട്ടോ പാർട്സ് കമ്പനി ഉണ്ട്, ഒരു ഇൻഡസ്ട്രിയൽ മെഷീനറി കമ്പനി ഉണ്ട്, ഒരു 2 വീലേഴ്സ് കമ്പനി ഉണ്ട്, ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ ഒരു കമ്പനി ഉണ്ട്. പ്രോബബ്ലി IOC എല്ലാം മുന്നിലേക്ക് പോകുമ്പോൾ അവരുടെ ചാർജിംഗ് സ്റ്റേഷൻ പോലും കൊണ്ടുവന്നേക്കാം എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും ഇതിന് വെച്ചിരിക്കുന്നത്. അതുപോലെ 4 വീലർ കമ്പനി ഉണ്ട്, പവർ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. ശരിയല്ലേ, ഇലക്ട്രിക് വെഹിക്കിൾ വരുമ്പോൾ എന്തായാലും കൂടുതൽ പവറിന്റെ റിക്വയർമെന്റ് ഉണ്ട്, അതിന്റെ ട്രാൻസ്മിഷന്റെ റിക്വയർമെന്റ് ഉണ്ട്. അതിൽ നിന്ന് 2 കമ്പനികൾ, ടാറ്റ പവർ അടക്കമുണ്ട്, സോഫ്റ്റ്വെയർ സർവീസസ് കമ്പനി ഉണ്ട്, IT സർവീസസ് ആൻഡ് കൺസൾട്ടിംഗ് കമ്പനി ഉണ്ട്. ഇതിനെല്ലാം കണക്ട് ചെയ്യാനായിട്ട് ITയും സോഫ്റ്റ്വെയറും വേണമെന്നുള്ള തോട്ടിൽ നിന്നായിരിക്കാം അതുപോലും വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എത്ര ബുദ്ധിപരമായിട്ടാണ് ആ ഒരു തീമിന് അറൗണ്ട് ഈ ഒരു ബാസ്ക്കറ്റ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ഒരു SIP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കുകയാണെങ്കിൽ എല്ലാ മാസവും ഒരു ഫിക്സ്ഡ് ഡേറ്റ് ആകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരു SIPയും ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ബാസ്ക്കറ്റിൽ നോക്കുകയാണെങ്കിൽ 20,000 രൂപയെങ്കിലും വേണം SIP സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്നാൽ മറ്റ് പല ബാസ്ക്കറ്റുകളും പല ഐഡിയാസും പല തീംസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിനനുസരിച്ച് വളരെ ചെറിയ എമൗണ്ടിനുള്ള സ്മോൾ കേസസ് പോലും അവൈലബിൾ ആണ്. ഇനി അതല്ല, ഈ ഒരു ഇലക്ട്രിക് മൊബിലിറ്റിയിൽ തന്നെ നിങ്ങൾ കണ്ടതാണ് അല്ലെ, സ്റ്റോക്ക് കുറെ സ്റ്റോക്സ് അവിടെ ഉണ്ട്. 1-2 സ്റ്റോക്സ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറക്കാം. ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് താഴേക്ക് കൊണ്ടുവരണമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് കാണിച്ചത്. അതുപോലെ ഇനി എല്ലാവർക്കും നിങ്ങൾക്ക് ഇനി സ്മോൾ കേസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന 2 സ്മോൾ കേസ് ഞാൻ കാണിച്ചു തരാം. അതിൽ ആദ്യത്തെ സ്മോൾ കേസ് ഓൾ വെദർ ഇൻവെസ്റ്റിംഗ് ആണ്. അതിമനോഹരമായിട്ട് ഏതൊരാൾക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കാം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ്? ഇതിന്റെ 11% ഇതിന്റെ CAGR റിട്ടേൺസ് ഉള്ളത്. ഇതിന്റെ സ്റ്റോക്സ് ആൻഡ് വെയ്റ്റ്സിലേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ഗോൾഡിൽ നിക്ഷേപിക്കുന്നുണ്ട്, ഇക്വിറ്റിയിൽ നിക്ഷേപിക്കുന്നുണ്ട്, അതുപോലെ ഫിക്സ്ഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുകയാണെങ്കിൽ ഗോൾഡിന്റെ വില കൂടും, അതുപോലെ തന്നെ ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസും അതിനനുസരിച്ച് ബാലൻസ് ആയി പോകും. അതുകൊണ്ടാണ് പേരല്ലേ ഓൾ വെദർ ഇൻവെസ്റ്റിംഗ്. മാർക്കറ്റ് എങ്ങോട്ട് പോവുകയാണെങ്കിലും വളരെ സേഫ് ആയിട്ടുള്ള റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള ഒരു ബാസ്ക്കറ്റ് ആണ് ഓൾ വെദർ ഇൻവെസ്റ്റിംഗ്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അതിലും ഈസി ആയിട്ടുള്ളതാണ് ഇക്വിറ്റി ആൻഡ് ഗോൾഡ് എന്നുള്ള ഈ ഒരു സ്മോൾ കേസ്. ഇതിലും ഇക്വിറ്റിയിലും ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വെറും 197 രൂപ ഉണ്ടെങ്കിൽ ആർക്കും ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയുന്നത് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് പറ്റുന്ന എമൗണ്ട്, അത് എത്ര ചെറുതാണെങ്കിലും, ഇതുപോലെ ലോങ് ടേമിലേക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയിലേക്ക് SIP മോഡലിൽ പാസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. അപ്പോൾ എന്തായാലും ഇത്രയും കേട്ടതിലൂടെ സ്മോൾ കേസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിലൂടെ എങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ 4 പോയിന്റ്സ് ഫോളോ ചെയ്തുകൊണ്ട് മനോഹരമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ആർക്കും വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് പണം ഉണ്ടാക്കാമെന്നും വളരെ ഈസിലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ബേസിക് ഡൗട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാകും അല്ലേ. അതായത് സ്മോൾ കേസിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം, അതിൽ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ എവിടെയാണ് സ്റ്റോക്സ് കിട്ടുന്നത്, ഇതിനുള്ള ചിലവ് എത്രയാണ്, ചാർജസ് എത്രയാണ്, അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് പറയുന്നത് വളരെയധികം സിമ്പിൾ ആണ്. 1 രൂപ പോലും ചിലവില്ലാതെ, 1 രൂപ പോലും അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് കൊടുക്കാതെ, അക്കൗണ്ട് മെയിന്റനൻസ് ചാർജസ് കൊടുക്കാതെ നിങ്ങൾ എല്ലാവർക്കും തന്നെ സ്മോൾ കേസിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും ഇട്ടിട്ടുണ്ട്. അതിലൂടെ തന്നെ പോയിട്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പൊ സ്മോൾ കേസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും നിങ്ങൾ ഉപയോഗിക്കുന്നത് ബ്രോക്കറാണ്. അപ്പൊ ബ്രോക്കറിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ബാസ്ക്കറ്റിലെ സാധനങ്ങൾ ഇട്ട് തരുന്ന ആള് മാത്രമാണ് സ്മോൾ കേസ്. അവിടെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ബ്രോക്കറിന്റെ അക്കൗണ്ടിനെ നിങ്ങൾ സ്മോൾ കേസിന്റെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുക. ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്ന 10ൽ പരം മേജർ ആയിട്ടുള്ള എല്ലാ ബ്രോക്കേഴ്സുമായിട്ട്, നമ്മുടെ സിറോദയായിട്ടും അപ്സ്റ്റോക്സുമായിട്ടും ഒക്കെ ലിങ്ക്ഡ് ആണ്. അപ്പൊ സ്മോൾ കേസിലെ അക്കൗണ്ട് ഉണ്ടായതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ സിറോദയായിട്ടോ അപ്സ്റ്റോക്സ് ആയിട്ടോ ഏതാണെങ്കിലും ബ്രോക്കർ അതുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്യുക. എന്തുകൊണ്ടാണ്? നിങ്ങൾ സ്മോൾ കേസിലൂടെ ഒരു സ്റ്റോക്കില് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, നേരത്തെ കണ്ടു അല്ലെ, ഇൻവെസ്റ്റ് നൗവിൽ ക്ലിക്ക് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്ക് നിങ്ങൾ വരുന്നത് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്കാണ്. നിങ്ങൾ സിറോദയാണ് കണക്ട് ചെയ്തെങ്കിൽ സിറോദയുടെ ഹോൾഡിംഗ്സിൽ പോയാൽ അവിടെ നിങ്ങൾക്ക് സ്റ്റോക്കുകൾ കാണാൻ കഴിയും. അപ്പൊ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇതുവരെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഇല്ല, ഒരു ബ്രോക്കറിന്റെ അടുത്ത് ഡിമാറ്റ് അക്കൗണ്ട് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സ്മോൾ കേസ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന പോലെ സിറോദയിലോ അപ്സ്റ്റോക്സിലോ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഓപ്പൺ ചെയ്യാനുള്ളതിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം അക്കൗണ്ട് എടുക്കുക, ലിങ്ക് ചെയ്യുക, പിന്നെ ഒന്നും തന്നെ ചെയ്യാനില്ല. അപ്പൊ ഇനി ഇതിന്റെ ചിലവുകളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള യാതൊരുവിധ ഫീസും ഇവർ ഈടാക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നിങ്ങളൊരു സ്മോൾ കേസ് കണ്ടു, അത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ
ആദ്യത്തെ തവണ അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് നൗ ചെയ്ത് പണം നിക്ഷേപിക്കുമ്പോൾ 100 രൂപ പ്ലസ് 18% GST 118 രൂപ മാത്രമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതിനുശേഷം ജീവിതകാലം മുഴുവൻ അതേ സ്മോൾ കേസിലൂടെ അതേ ബാസ്ക്കറ്റിലൂടെ നിങ്ങൾ എത്ര പണം നിക്ഷേപിക്കുകയാണെങ്കിലും അതിനെ റീബാലൻസ് ചെയ്യുകയാണെങ്കിലും അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണെങ്കിലും അതിനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിലും എപ്പോ വേണമെങ്കിലും നിർത്താം അല്ലെ. മ്യൂച്വൽ ഫണ്ടിലൊക്കെ പലപ്പോഴും എപ്പോ വേണമെങ്കിലും നിർത്താം എന്നുള്ള ഒരു ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. എന്ത് തന്നെ ചെയ്താലും 1 രൂപ പോലും ചിലവില്ല. ആദ്യത്തെ തവണ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 118 രൂപ കൊടുക്കണം, അത്ര മാത്രമേ ചിലവുള്ളൂ. അപ്പൊ എന്തുകൊണ്ടും വളരെ ബെനിഫിഷ്യൽ ആയിട്ട് ലോങ് ടേമിലേക്ക് ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിലേക്ക് ബുദ്ധിപരമായി SIPs പാസീവായി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും മനോഹരമായ പ്ലാറ്റ്ഫോം സ്മോൾ കേസ് ഇന്ന് അവൈലബിൾ ആണ്. എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്യുക. ഞാൻ പറയുന്നത് പോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഡെമോക്രറ്റൈസ് ചെയ്യണമെങ്കിൽ എല്ലാവരിലേക്കും ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല റിട്ടേൺസ് തരുന്ന ആപ്പുകൾ ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രൊഡക്ട്സും സർവീസും ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല, എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ കഴിയും, കുറച്ചൊന്ന് എഫേർട്ട് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഇതുപോലെ വളരെ ഈസി ആപ്സ് വന്നിട്ട് നമ്മുടെ ലൈഫ്സ് വളരെ ഹെൽപ്ഫുൾ ആക്കുന്നത്. അപ്പോ പുതിയ വർഷമാണ്, ഒരു പുതിയ ആരംഭമാണ്. എല്ലാവരും തീരുമാനമെടുക്കുക. ഒരു ചെറിയ എമൗണ്ട് എങ്കിൽ ചെറിയ എമൗണ്ട് ഇതുപോലെ ഈ പറഞ്ഞ 4 മാജിക് വേർഡ്സ് ഫോളോ ചെയ്തുകൊണ്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ നടത്തുമെന്നും ലോങ് ടേമിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകുമെന്നും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും എന്ത് ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കുക. സ്മോൾ കേസിലെ ഒരു ട്യൂട്ടോറിയൽ പോലെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മുഴുവനായി കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കുക. അങ്ങനെ ഒരു വീഡിയോ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ഈ ഒരു അതിശക്തം ഫാമിലിയിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതൽ പേരെ ഇൻവൈറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.